Hi friends, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറന്റ് സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചില്ലി പനീർ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 400 ഗ്രാം പനീറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എടുക്കുന്നവർ ഇൻഗ്രീഡിയൻസും അതുപോലെ കൂട്ടിയെടുക്കുക. ഇനി നമുക്ക് ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, ഡ്രൈ ആയിട്ട് തന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനാദ്യം നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ കളർ, ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എല്ലാ സൈഡും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ ഫ്രൈ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മളെല്ലാം പനീറും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, എന്നാൽ അതിനകത്താണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് സെയിം പാനിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച കുക്കിംഗ് ഓയിൽ തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ആ വൈറ്റ് പോർഷനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ തന്നെ. അതിനുശേഷം ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ആ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ കളർ വരുന്ന ഭാഗം ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് മെൽറ്റായതിന് ശേഷം നമ്മളിവിടെ സോസുകളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ടൊമാറ്റോ സോസ്, പിന്നീട് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒരു 3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് പറയുന്നില്ല, അതെല്ലാം വീഡിയോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. 2 മിനിറ്റിന് ശേഷം നമ്മളിവിടെ 200 മില്ലി വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല തിക്കായിട്ട് വരും ഗ്രേവി. ഈ സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ. ഉപ്പ് ചേർക്കുമ്പോൾ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പനീറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഗ്രേവി എത്തുന്നത് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നേരം എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചുകൂടെ സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചൈനീസ് സ്റ്റൈൽ ഫുഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രിംഗ് ഓനിയനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കും. ഇതെല്ലാം പനീറിലൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടും ഉണ്ടാവും. അതുപോലെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും തന്നെ ഒരുപാട് വഴറ്റിയെടുക്കരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി നമ്മൾ. അപ്പോൾ നമ്മുടെ ചില്ലി പനീർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. നമ്മളിത് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.